24 ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ആരെ പ്രഖ്യാപിക്കുമെന്നറിഞ്ഞ ശേഷം മതി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ തീരുമാനമെന്ന് പിണറായി വിജയൻ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു. ആർ ശ്രീജിത്ത്, മുഖ്യമന്ത്രിയെപ്പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും തീരുമാനിച്ചിട്ടില്ല. കേരളത്തിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നത് സംബന്ധിച്ച തീരുമാനം ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടിനും തമ്മിൽ സമീകരണങ്ങളില്ല എന്നത് വേറൊരു കാര്യം. മുഖ്യമന്ത്രി എന്നത് ഭരണനിർവഹണത്തിനുള്ള ആളാണ്. അതിൽ പ്രതിപക്ഷത്തെ നയിക്കേണ്ടയാൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതുകൊണ്ട് ആ സമീകരണത്തിന് പ്രസക്തിയില്ല. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നറിഞ്ഞതിന് ശേഷം മതി പ്രതിപക്ഷ നേതാവായി ആര് വരണം എന്ന കാര്യത്തിൽ പിണറായി വിജയൻ മനസ്സ് തുറക്കൂ എന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ്, CPIM ആണ് പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്ന അവകാശം. കാരണം ഇവർക്കാണ് 35 MLA-മാരുള്ള പ്രതിപക്ഷ മുന്നണിയിൽ 26 MLA-മാരാണ് CPIM-നുള്ളത്. അപ്പോൾ CPIM-ൽ നിന്നാണ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. CPIM-ന്റെ ഇന്നലെയും മിനിങ്ങാന്നുമായി നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾ വരുമെന്ന് സൂചനകളുണ്ടായിരുന്നെങ്കിലും അത്തരമൊരു തീരുമാനം ഉണ്ടായില്ല. മാത്രമല്ല, അത് കേരളത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായി വിജയനോട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന് ആരാഞ്ഞ ചില ഘടകകക്ഷി നേതാക്കളോട് പിണറായി പറഞ്ഞ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് ആരാണ് വരുന്നത് എന്ന് നോക്കിയ ശേഷം തീരുമാനമെടുക്കാം എന്നൊരു ധാരണയാണ് പിണറായി വിജയൻ ഉള്ളത്. അതായത്, ഉള്ളയാൾ, തനിക്കൊപ്പം സീനിയോറിറ്റി ഉള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വന്നാൽ മാത്രമേ ഒരുപക്ഷെ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെന്ന് മനസ്സിലാക്കുന്നത്. വളരെ ജൂനിയറായ ഒരാളോടൊപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ ഒരുപക്ഷെ പിണറായി തയ്യാറായേക്കില്ല. എങ്കിലും പാർട്ടിക്കകത്തെ ചർച്ചകളായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുക. ശക്തമായ ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാകണമെങ്കിൽ പിണറായി തന്നെ നയിക്കണമെന്ന അഭിപ്രായമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഉള്ള പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. എന്നാൽ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ തലമുറ മാറ്റം വേണം, പുതിയ നേതൃത്വത്തെ അവരോധിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. CPIM സംസ്ഥാന കമ്മിറ്റിയിലും മറ്റും എതിർവികാരം ഉയർന്നാൽ ഒരുപക്ഷെ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായേക്കില്ല എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നോക്കിയായിരിക്കും പിണറായി തന്റെ തീരുമാനം വ്യക്തിപരമായി കൈക്കൊള്ളുക. ശ്രീജിത്ത്, അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവെന്ന പദവി സാധാരണ അതൊരു ഭരണഘടനാപരമായ പദവി അല്ലെങ്കിൽ പോലും പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CPIM പ്രതിപക്ഷത്ത് വരികയാണെങ്കിൽ CPIM-ന് തന്നെ എന്നതായിരുന്നു. അതിൽ നിന്ന് മാറ്റം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. പക്ഷേ അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത്. CPI ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ശ്രീജിത്ത്? ദിലീപ്, പ്രതിപക്ഷ നേതൃമുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനം തങ്ങൾക്ക് വേണം എന്നാണ് CPIയുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങളിലാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടണമെന്നുള്ള തീരുമാനമായത്. ആ ആവശ്യം CPIM നേതൃത്വത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആവശ്യം നിരാകരിക്കുകയാണ് CPIM ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. നേരത്തെ ദിലീപ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറേ നാളുകളായി 2011-16 കാലത്ത് CPIM പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് അന്ന് VS അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്ന് ഉപനേതൃസ്ഥാനം വഹിച്ചത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അങ്ങനെ അന്നൊന്നും ഒരു ഘട്ടത്തിലും CPIക്ക് ഈ പദവി നൽകിയ ചരിത്രമില്ല. എന്നാൽ ഭരണഘടനാ പദവി ഇല്ലാത്തതുകൊണ്ട് ഇത്തരമൊരു പദവിക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.